വ്യൂവേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ സ്വന്തം വീട്ടിലെ കിച്ചൺ ആണ് കേട്ടോ. കിച്ചൺ ടൂർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നാട്ടിൽ വന്നിട്ട് എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഹോം ടൂർ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് ശേഷം രണ്ടും കൂടെ മിക്സ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഹോം ടൂറും വരുന്നുണ്ട്. അപ്പോൾ നോട്ട് ഇൻ അറ്റ് മൈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോവാം. കിച്ചണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്യൂവിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ ഒരു കിച്ചണിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഓവറോൾ ലുക്ക് വന്നിട്ട് കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. ഈ ഒരു കിച്ചണിൻ്റെ റൈറ്റ് കോർണറിലായിട്ട് നമ്മളൊരു ഓവനും അതുപോലെ തന്നെ ഒരു ഇൻഡക്ഷൻ സ്റ്റവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു സ്ലാബ് നമ്മൾ ഗ്രാനൈറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇത് പണ്ടൊക്കെ ഞങ്ങൾ ഭക്ഷണം ഇരുന്ന് കഴിക്കാനും ഈ ഒരു സ്ഥലം ഉപയോഗിച്ചിരുന്നു. പിന്നെ ഈ കാണുന്നത് ഒരു സിംഗിൾ ബർണർ സ്റ്റൗ ആണ്. ഈ ഒരു സ്റ്റൗ നമ്മളൊരു ക്വാറൻറ്റൈൻ്റെ ഒരു പീരീഡിൽ വാങ്ങിയതാണ്. അതും നമ്മൾ ഈ ഒരു കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ. ഈ ഒരു കിച്ചണിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലപോലെ വെളിച്ചം കിട്ടുന്ന രണ്ട് ജനാലകളാണ് രണ്ട് സൈഡിലുള്ളത്. ഈ ഒരു ജനാലയുടെ രണ്ട് കോർണറിലായിട്ട് നമ്മൾ രണ്ട് ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ടാത്ത രണ്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതാണ് കിച്ചണിൻ്റെ മറ്റൊരു സൈഡ്. ഈ ഒരു സൈഡിൽ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലുള്ളതുപോലെ തന്നെ ഗ്രാനൈറ്റ് ഇട്ടിട്ടുള്ള ഒരു സ്ലാബ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കിച്ചൺ ടോപ്പും കൂടെ നമ്മൾ ആ ഒരു സൈഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ലാബിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ഒരു മിക്സി, നമ്മൾ പ്ലഗിൻ്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് മിക്സി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വാഷ് ബേസിൻ, നമ്മളുടെ 2 ബർണർ സ്റ്റൗവും നമ്മൾ ഈ ഒരു സൈഡിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനോട് കൂടെ തന്നെ നമ്മളുടെ പഴയൊരു കിച്ചണിൻ്റെ ഒരു പോർഷനാണ്. നമുക്ക് അത്യാവശ്യം ഗ്യാസിൻ്റെ ഒക്കെ ഒരു കുറവുള്ളൊരു സമയത്ത് നമുക്ക് വിറക് വെച്ചിട്ട് കത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പഴയ കിച്ചണിൻ്റെ ഒരു പോർഷൻ നമ്മളിവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിലൊക്കെ എന്തെങ്കിലും കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് വേണ്ട മസാലകളും കാര്യങ്ങളും നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളം വേണ്ടത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഇവിടുത്തെ ഫ്ലോറിലിട്ടിരിക്കുന്ന ടൈലാണ്. നമ്മുടെ സാധാരണ മറ്റു റൂംസിലെ പോലെ ഒരു ടൈലല്ല നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഗ്രിപ്പും അതുപോലെ തന്നെ കളറിലും ചേഞ്ചുള്ള ഒരു ടൈലാണ്. അപ്പോൾ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും അഴുക്കൊക്കെ ആയാലും പെട്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ടൈലാണ് കേട്ടോ. കിച്ചൺ റിനോവേറ്റ് ചെയ്തപ്പോഴും ഞങ്ങൾ ഉപേക്ഷിക്കാത്ത രണ്ട് സാധനങ്ങളാണ് ഈ ഒരു വുഡിൻ്റെ ബെഞ്ചും അതുപോലെ തന്നെ ഒരു ചെറിയ സ്റ്റൂളും കേട്ടോ. ഒത്തിരി പഴക്കമുള്ളതാണ്, പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്നതാണ്. ഞങ്ങളത് മാറ്റിയിട്ടില്ല. നേരത്തെ കണ്ട കിച്ചൺ ടോപ്പിൻ്റെ താഴെ ഇതുപോലൊരു പ്ലേസ് കൂടെ ഉണ്ട്. അത്യാവശ്യം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗശേഷം എടുത്തു വെക്കാനായിട്ട് പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ക്ലോസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇല്ല അവിടെ. പിന്നെ ഈ ഒരു കിച്ചണിൽ നമ്മൾ റിനോവേറ്റ് ചെയ്തപ്പോൾ എടുത്തതാണ് ഇവിടെ കുറച്ച് കബോർഡ്സും കാര്യങ്ങളൊക്കെ. എത്രത്തോളം കബോർഡ്സ് നമ്മുടെ കിച്ചണിൽ ഈ രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാത്ത പാത്രങ്ങൾ, ഗ്ലാസസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കബോർഡിൽ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കരുതിയിട്ടുള്ള ജ്യൂസ് ഗ്ലാസ്സസ്, അതുപോലെ തന്നെ ടീ ഗ്ലാസ്, കപ്പ്, സോസർ, പിന്നെ അതുപോലെ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന പ്ലേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണല്ലോ വെക്കാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും താഴത്തെ കബോർഡ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. അമ്മയ്ക്ക് പ്രത്യേകിച്ചും ഇതിനൊരു കളക്ഷൻ തന്നെയുണ്ട്. നമ്മൾ എവിടെ പുറത്ത് പോയാലും കാണുന്ന നല്ല നല്ല പാത്രങ്ങളും അതുപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ അമ്മ മേടിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു കബോർഡിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോവാതെ കിച്ചണിൽ തന്നെ നമുക്ക് ഈസിലി എടുക്കാനും വെക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ റിനോവേറ്റ് ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റോർ റൂമും നമ്മൾ കളഞ്ഞിട്ടില്ല. നമുക്ക് എത്രത്തോളം സാധനങ്ങൾ വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോർ റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ ഈ ഒരു കൊച്ചു കിച്ചൺ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഞങ്ങളുടെ ഒരു കൊച്ചു കിച്ചൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം നോട്ട് ഇൻ അറ്റ് മാക്.